എന്തോ ഒരു കുറവില്ലേ? പൊട്ട തൊറ്റില്ല. ഇനി ഈ കണ്ണെന്ന് എഴുതേക്കാം. ഇനിയിപ്പോ എന്താ? ഒന്നുമില്ല, ഓൾ സെറ്റ്. മോളെ അബി, ദേ വരുന്നു. പറഞ്ഞാ കേക്കില്ലാന്ന് വെച്ചാ എന്താ ചെയ്യാമ്മ? അവക്കിപ്പോ ഇതിന് വല്ല ആവശ്യമുണ്ടോ? അങ്ങനെയല്ല സുധേ, മോക്കിപ്പോ അതാണ് ആഗ്രഹം, നടക്കട്ടെ. എന്നാലും എനിക്കിതിനോട് യോജിപ്പില്ലാമേ. അവക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു ജോലി നോക്കിക്കൂടായിരുന്നു? ഇതിപ്പോ നമ്മളെയൊന്നും അടുത്തല്ലല്ലോ, എറണാകുളത്തല്ലേ. അതാ. അതിനിപ്പോ എന്താ, എത്ര പേരാ ഇങ്ങനെ ജോലിക്കൊക്കെ പോകുന്നേ? അങ്ങനെയൊക്കെ ശീലിക്കണം. ഇതിപ്പോ ഈ ഇട്ടാവട്ടത്തുനിന്ന് അവളെങ്ങും പോയിട്ടില്ല, അതാ നിന്റെ പ്രശ്നം. നമ്മുടെ കൺവട്ടത്തുണ്ടാകുമ്പോ നമുക്കൊരു സമാധാനല്ലേ അമ്മേ? മുന്നേ വർക്ക് ചെയ്താ ആ ടെക്സ്റ്റൈൽസിൽ അങ്ങ് പോയാൽ മതിയായിരുന്നു. ഇത് വേണ്ടെന്ന് തന്നെ എൻ്റെ മനസ്സ് പറയുന്നേ. വേണം മോളെ, അവക്ക് ഒരു മാറ്റം വേണമെന്ന് അവള് തന്നെയല്ലേ പറഞ്ഞേ. അവള് പൊക്കോട്ടെ, എന്തിനാ വെറുതെ? മുത്തശ്ശി, എന്താ രണ്ടാളും കൂടെ? എന്റെ പോക്ക് എങ്ങനെ മുടക്കാന്നാണോ? മോളെ അബി, ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് മോള് ചിന്തിക്കണുണ്ടോ? എന്റെ കുട്ടിയുടെ സന്തോഷല്ലേ എന്റെ സന്തോഷം. അതെനിക്കറിയാലോ, പക്ഷേ ഈ അടുത്തിരിക്കണ ആളെ എനിക്കത്ര വലിയ പിടുത്തല്ല കേട്ടോ. മോളെ, ഇത് വേണോ? എനിക്കെന്തോ പറ്റണില്ല. ഞാൻ മാധവേട്ടനോട് സംസാരിക്കാം. നീ മുന്നേ വർക്ക് ചെയ്ത ടെക്സ്റ്റൈൽസില് നിനക്ക് ഒന്നുകൂടി കയറാലോ. ഒരുങ്ങി വന്ന കുട്ടീനോട് ഇങ്ങനെയൊന്നും പറയല്ലേ സുധേ. അവള് പൊക്കോട്ടെ. അവളുടെ ഇഷ്ടവും മാനസികാവസ്ഥയും നീയും ഒന്ന് മനസ്സിലാക്ക്. അവൾക്ക് കുറച്ച് മാറ്റം അനിവാര്യമാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മുത്തശ്ശി. എന്നെ എപ്പോഴും മനസ്സിലാക്കാൻ എൻ്റെ ഈ മുത്തശ്ശിക്ക് മാത്രമേ പറ്റിയിട്ടുള്ളൂ. അബി, ഇറങ്ങുന്നില്ലേ? പിന്നെ ബസ് പോകുവേ. അത് ശരിയാ മോളിനി യാത്ര പറയാനൊന്നും നിക്കണ്ട, പൊക്കോളൂ. ഇനി വൈകിയ അറിയാത്ത സ്ഥലത്തോട്ടല്ലേ പോകുന്നേ, അത് പിന്നെ ബുദ്ധിമുട്ടാവും. എങ്കിൽ ശരി മുത്തശ്ശി, ഞാൻ ഇറങ്ങുവാ. എത്തിയിട്ട് വിളിക്കാവേ. മറക്കാതെ വിളിക്കണം. മോളുടെ കോളും കാത്ത് മുത്തശ്ശി ഇവിടെ ഉണ്ടാവും കേട്ടോ. അവിടെ എത്തിയിട്ട് മാത്രമല്ല, ബസ് സ്റ്റാൻഡിലെത്തിയാലും വിളിക്കണം കേട്ടോ. എന്റെ പൊന്നമ്മേ, അതൊക്കെ ഞാൻ വിളിച്ചോളാം. അബി, നീ ഇങ്ങ് വാ. നിന്നെ ആക്കിയിട്ട് വേണം എനിക്ക് ക്ലബിലോട്ട് പോവാൻ. അവിടെ ഒരുപാട് പണിയുണ്ട്. വന്നേ ഇങ്ങോട്ട്. എങ്കിൽ ശരി, ഞാൻ ഇറങ്ങുവാ. പോയിട്ട് വരാം. ലീവുള്ളപ്പോഴൊക്കെ എന്തായാലും ഞാൻ ഇങ്ങോട്ട് വരും. പ്രാർത്ഥിച്ചേക്കണേ. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന നിനക്ക് വേണ്ടിയിട്ടല്ലേ മോളെ. ഏതായാലും നീ ചെല്ല, വിളിക്കാൻ മറക്കല്ലേ. ഒന്നിങ്ങ് വാ അബി.
അമ്മേ, ഇവളാക്കിയിട്ട് എന്നെ ഇനി നോക്കണ്ട. ഞാൻ രാത്രിയാവും എത്താൻ, കേട്ടോ? രാത്രി എങ്കിൽ രാത്രി, നീ ഇങ്ങോട്ട് എത്തിയാ മതി. അതിന്റെ ഇടയില് വല്ലതും തിന്നാനും കുടിക്കാനും മറക്കണ്ട. ഓ, അതൊക്കെ മുറ പോലെ ചെയ്തോളാവേ. ശരി എന്നാ. ഈശ്വര, എന്റെ കുട്ടികളെ കാത്തോണേ. എങ്കിൽ ശരി മനുവേട്ട. ചെല്ല. പിന്നെ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ചുമ്മാ ഓരോന്നാലോചിച്ച് ടെൻഷൻ ആവണ്ട. ഇതൊക്കെ അങ്ങ് ശീലമായിക്കോളും, കേട്ടോ? പിന്നെ എത്തിയാലുടനെ വിളിക്കണേ. ഞാൻ വിളിക്കാം. മുത്തശ്ശി, ഞാൻ ഇപ്പം ബസ് ഇറങ്ങിയതേ ഉള്ളൂ. മനുവേട്ടനെ വിളിച്ച് പറഞ്ഞിരുന്നു. ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. എങ്കിൽ ശരി, ഞാൻ റൂമിലെത്തിയിട്ട് വിളിക്കാവേ. ഹലോ മേഡം, ഒന്നിങ്ങി തിരിഞ്ഞാലും. അബി, ഞങ്ങള് ലേറ്റ് ആയില്ലല്ലോ? ഇല്ല, ഞാൻ ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോ വീട്ടിലോട്ടൊന്ന് വിളിച്ചു പറയുമ്പോഴാ നിങ്ങൾ വന്നേ. എങ്കി വാ, ഇനി വിശേഷം ചോദിക്കലൊക്കെ വീട്ടിൽ വെച്ചാകാം. ഇവിടെ സെറ്റ് അല്ലേടി? റൂമൊക്കെ ഓക്കെ അല്ലേ? ഓ, ഇത് തന്നെ ധാരാളാ. ഇനി എത്രയും പെട്ടെന്ന് ഹോസ്റ്റലും സെറ്റ് ചെയ്യണം. അതായ പിന്നെ എനിക്ക് ഇവിടെ നിന്ന് മാറാലോ. അതാ ഇപ്പൊ എന്റെ മനസ്സിലുള്ള ചിന്ത. അതിന്റെ ആവശ്യമുണ്ടോ അബി? നിനക്ക് ഇവിടെ നിന്നാ പോരെ. ഇവിടെ ഇപ്പോ ഞാൻ ഇവനും മാത്രമേ ഉള്ളൂ. പിന്നെന്താ, നീ ഹോസ്റ്റലൊന്നും നോക്കണ്ട എന്നാ എന്റെ അഭിപ്രായം. അയ്യോ, അതൊന്നും ശരിയാവില്ല. നിന്റെ ഇഷ്ടം, നമുക്ക് പറയാനല്ലേ പറ്റൂ. നീ ഫ്രഷ് ആയിട്ട് വാ, എന്നിട്ട് ഫുഡൊക്കെ കഴിക്കാം. അതെ. ഇല്ല, നോക്കണം. ഞാൻ ഇവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനൊന്നുമില്ല. അവരെന്നോട് ഹോസ്റ്റലൊന്നും നോക്കണ്ട, അവരുടെ കൂടെ ഇവിടെ നിൽക്കാനാ പറഞ്ഞേ. ഞാൻ പറഞ്ഞത് പറ്റില്ലാന്ന്. ശരി മനോേട്ടാ, പിന്നെ അവരോട് പറയണേ ചുമ്മാ ടെൻഷൻ ആവണ്ടെന്ന്. ഇന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞതാണോ? അതെ, ഇന്നാ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. ഒന്ന് വെയിറ്റ് ചെയ്യൂട്ടോ, അവിടെ ഇരുന്നോളൂ. സാർ ഇപ്പൊ വരും. ജോയിൻ ചെയ്യുന്നതിന് മുന്നേ സാർ ഒന്ന് കാണണം, അതാ. ഈശ്വര, ഇന്ന് ജോയിൻ ചെയ്യാൻ പോവാ. കൂടെ കാണണേ.
ആ സോഫയിലിരിക്കുന്ന കുട്ടി എന്തിനു വന്നതാ? നമ്മുടെ ക്ലയന്റ് ആണോ? നോ സർ, ന്യൂ ജോയിനാ. സോ രാഹുൽ സാറെ കാണാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഒരു കാര്യം ചെയ്യും, ഒരു 5 minutes കഴിഞ്ഞാൽ എൻ്റെ ക്യാബിലോട്ട് പറഞ്ഞേക്ക്. ഓക്കെ സർ. മേ ഐ കമ്മിങ് സർ? യെസ്, കമ്മിങ്. ടേക്ക് യുവർ സീറ്റ്. ഞാൻ നിരഞ്ജൻ മേനോൻ, ഇവിടുത്തെ ജനറൽ മാനേജറാ. തൻ്റെ പേരെന്താ? അഭിരാമി. ഏതുവരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ PG കഴിഞ്ഞതാ. അഭിരാമിയുടെ സ്ഥലം എവിടെയാ? കൊല്ലത്താ സർ. ഇതിനു മുന്നേ താൻ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ? നാട്ടില് ഒരു ടെക്സ്റ്റൈൽസില് ബില്ലിംഗ് സെക്ഷനിൽ 1 വർഷം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. തന്നെ ഇവിടെ ഏത് പൊസിഷനിലോട്ടാ ഹയർ ചെയ്തിട്ടുള്ളത്? അത് ഓഫീസ് അസിസ്റ്റന്റ് ആയിട്ടാ പറഞ്ഞിരുന്നേ. സി അഭിരാമി, തന്നെ ഞാനിവിടെ ഓഫീസ് അസിസ്റ്റന്റ് ആയിട്ടല്ല പോസ്റ്റ് ചെയ്യുന്നത്, എൻ്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ടാണ്. എത്രയാ സാലറി പറഞ്ഞിരുന്നേ? അത് 18,000 രൂപ. ഓ ഓക്കെ, നമുക്കത് 25,000 രൂപ ആക്കി തരാം. സോ ആർ യു ഓക്കെ വിത്ത് ദാറ്റ്? എന്താ, തനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അത് സർ, എനിക്ക് ഈ ഫീൽഡൊന്നും അറിയില്ല. ഒരു സാധാരണ ഓഫീസ് അസിസ്റ്റന്റ് ആയിട്ട് പോലും ഞാൻ പിന്നെ വർക്ക് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല സർ. അതെനിക്ക് മനസ്സിലായി. ഇറ്റ്സ് ഓക്കെ, താൻ പഠിച്ചെടുത്താൽ മതി. പിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാം, അതോർത്ത് താൻ വറീഡ് ആവണ്ട. സോ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ദെൻ യു ക്യാൻ ജോയിൻ നൗ. ഞാൻ ഒഫീഷ്യൽ പേപ്പേഴ്സ് ഒക്കെ സൈൻ ചെയ്ത് HR-ലോട്ട് അയച്ചേക്കാം. അഭിരാമി, താനിപ്പോഴും വല്ലാണ്ട് ടെൻഷനാണ് അല്ലേ? ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ കൂടെയല്ലേ. സർ, എന്തിനാ വരാൻ പറഞ്ഞേ? രമ്യ, ഷീസ് മൈ ന്യൂ PA. സോ അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അവളുടെ ക്യാബിൻ ഒന്ന് കാണിച്ചു കൊടുക്കുക. ഓക്കെ? ഓക്കെ സർ. ദെൻ താൻ രമ്യയുടെ കൂടെ പൊക്കോ. കുറച്ച് കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ ഞാൻ അങ്ങോട്ട് വരാം. ശരി സർ. സോ ഇതാണ് തൻ്റെ ക്യാബിൻ. ഇഷ്ടായോ? അല്ല, തൻ്റെ പേര് ഞാൻ മറന്നു. എന്തായിരുന്നു? അഭിരാമി. നൈസ് നെയിം. ഞാൻ രമ്യ, ഇവിടുത്തെ HR-ആ. അന്ന് ഞാനും രാഹുൽ സാർ ആയിരുന്നല്ലോ തന്നെ ഇന്റർവ്യൂ ചെയ്തിരുന്നേ. എനിക്ക് ഓർമ്മയുണ്ട് മാഡം. ഏതായാലും ഇവിടെ ഓഫീസ് അസിസ്റ്റന്റ് ആയിട്ട് വന്നിട്ട് GM-ന്റെ PA ആയല്ലോ. കൺഗ്രാറ്റുലേഷൻസ്. എന്താടോ താനൊന്നും മിണ്ടാത്തെ? എന്തു പറ്റി? അത് ഒന്നുമില്ല, എന്തോ വല്ലാത്ത ടെൻഷൻ. എനിക്ക് മുന്നേ ഇങ്ങനെയൊന്നും പരിചയമല്ല. വല്ല തെറ്റും പറ്റുമെന്ന്. ഇങ്ങനെ ടെൻഷനാവൊന്നും വേണ്ട. സാറിനോട് നീ എല്ലാം പറഞ്ഞതല്ലേ. മാത്രമല്ല സാർ തന്നെയാ ഇങ്ങനൊരു തീരുമാനം എടുത്തേ. അതുകൊണ്ട് നീ വെറുതെ ആവേണ്ട ഒരു ആവശ്യമില്ല. നിനക്ക് എന്തുണ്ടെങ്കിലും സാറിനോട് ചോദിക്കാം. സാർ നല്ല ഫ്രീയാ.
അവിടെ കണ്ടില്ലേ, അതുപോലെ തന്നെ ആൾ. അതുകൊണ്ട് പേടിക്കണ്ട കേട്ടോ. ആ പിന്നെ ഇതാ നിന്റെ ജോയിനിങ് ഫോം. ഇതൊന്ന് വായിച്ചു നോക്കിയിട്ട് നീ സൈൻ ചെയ്തേക്ക്. അതുപോലെ നിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടില്ലേ? സോ ഇത് രണ്ടും കൂടി നീ ഈവനിങ് പോകുന്നതിന് മുന്നേ എന്നെ ഏൽപ്പിച്ചാൽ മതി. ഓക്കെ? എങ്കിൽ ശരി അഭിരാമി, ഞാനങ്ങോട്ട് ചെല്ലട്ടെ. താൻ ഇവിടെ ഇരുന്നു. സാർ ഇങ്ങോട്ട് വരാന്നല്ലേ പറഞ്ഞേ? തനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്നാൽ മതി. സെക്കൻഡ് ഫ്ലോറിൽ റൈറ്റ് സൈഡിൽ ഫസ്റ്റ് കാണുന്ന ക്യാബിനാ എൻ്റെത്. ഓക്കെ മാം. ഗുഡ് മോർണിംഗ് അച്ചു. ഗുഡ് മോർണിംഗ്. മഹി വാ ഇരിക്ക്. നിന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ഞാൻ. എന്താടാ കാര്യം? എന്തോ കാര്യമായിട്ട് എന്നെ പറയാനുണ്ടെന്ന് തോന്നുന്നു. അതെ, എൻ്റെ പി എ ആയിട്ട് ഒരാളെ ഞാൻ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അതേപ്പറ്റി പറയാനാ നീ വരുമ്പോൾ എൻ്റെ അടുത്ത് വരണമെന്ന് പറഞ്ഞ്. ആഹാ, അത് കൊള്ളാലോ. ഇതിലിപ്പോൾ എന്താ എന്നോട് ഇത്ര കാര്യമായിട്ട് പറയാനുള്ളേ? അറിയാം, അതല്ലടാ, ഈ കുട്ടി ഇവിടെ നമ്മുടെ ഓഫീസ് അസിസ്റ്റന്റ് വേക്കൻസിയിലോട്ട് ജോയിൻ ചെയ്യാൻ വന്നതാ ഇന്ന്. നിനക്കറിയാലോ, എൻ്റെ പി എ പ്രിയ ലീവ് എടുത്ത് പോയിട്ട് 2 ആഴ്ചയായി. 2 ദിവസം മുന്നെയാ അവൾ ഇനി വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ്. അതിൻ്റെ റീസൺസും പറഞ്ഞു. അതുകൊണ്ടാണ് പിന്നെ അവൾക്ക് വല്ലാണ്ട് പ്രഷർ കൊടുക്കാഞ്ഞ്. പക്ഷേ 2 ദിവസമായിട്ട് എനിക്കൊട്ടും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എൻ്റെ പി എ പോസ്റ്റിലോട്ട് അത്യാവശ്യം ഒരാളെ. സോ ഈ കുട്ടീനെ ഇവിടെ കണ്ടപ്പോൾ അവളെ അങ്ങ് അപ്പോയിന്റ് ചെയ്തു. ഓ അങ്ങനെയാണോ? അല്ല, ആ കുട്ടിക്ക് എക്സ്പീരിയൻസ് വല്ലതും ഉണ്ടോ? ഇവിടെ സാധാ അസിസ്റ്റൻ്റായിട്ടല്ലേ വന്നേ. എങ്ങനെയാ നീ അതേപ്പറ്റിയൊക്കെ അവളോട് ചോദിച്ചിരുന്നു? യാ, അതേപ്പറ്റി ചോദിച്ചിരുന്നു. PG കഴിഞ്ഞതാ. കാര്യമായിട്ട് വല്ല എക്സ്പീരിയൻസ് ഒന്നുമില്ല. മുന്നേതോ നാട്ടിൽ ടെക്സ്റ്റൈൽസിൽ വർക്ക് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. കമ്പ്യൂട്ടർ ബേസിക് നോളജ് ഒക്കെ ഉണ്ട്. ഇതെനിക്ക് പഠിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതാ പിന്നെ ഞാൻ. എടാ, ആ കുട്ടി പെട്ടെന്ന് ക്യാച്ച് ചെയ്തില്ലെങ്കിലോ? നെർവസ് ആവും. ആദ്യമായിട്ടല്ലേ. ഐ തിങ്ക് ഒന്നുകൂടി നോക്കിയിട്ടൊക്കെ അപ്പോയിന്റ് ചെയ്താൽ മതിയായിരുന്നു. അതൊക്കെ ഞാൻ പഠിപ്പിച്ചെടുത്തോളാം. നിനക്കറിയാലോ, ഒരു അസിസ്റ്റൻ്റ് ഇല്ലാതെ എനിക്ക് ബുദ്ധിമുട്ടാ. അതുകൊണ്ടാ. മെല്ലെ ശരിയായിക്കോളും. അതുവരെ മാനേജ് ചെയ്തോളാം. അങ്ങനെയെങ്കിൽ ഓക്കെ, നീ നോക്ക്. എന്നിട്ട് ആളെവിടെ? അവളവിടെ ക്യാബിനിൽ ഇരിപ്പുണ്ട്. നീ വാ, പരിചയപ്പെടുത്തി തരാം. ഹേ, താൻ ഇരുന്നോടോ. മഹി, ഇതാണ് അഭിരാമി, മൈ ന്യൂ പി എ. അഭിരാമി, ഇത് നമ്മുടെ കമ്പനിയിലെ CEO ആണ്, മാനവ് കൃഷ്ണ. ഈ കമ്പനിയിലെ CEO മാത്രമല്ല കേട്ടോ ഞാൻ, അവൻ്റെ ക്ലോസ് ഫ്രണ്ടാ. തന്നെക്കുറിച്ച് അവൻ പറഞ്ഞു. ഒട്ടും ടെൻഷനാവൊന്നും വേണ്ട, ഇതൊക്കെ പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അച്ചു, നീ അവൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്ക്. എന്നാ ഞാനങ്ങോട്ട് ചെല്ലട്ടെ? ശരിടാ, നീ പൊക്കോ. നമുക്ക് വരുന്ന പ്രധാനപ്പെട്ട മെയിലുകളും മീറ്റിങ്ങിൻ്റെ സമയവും ദേ കൃത്യമായിട്ട് ഈ കോളത്തിൽ നോട്ട് ചെയ്യണം. ഉദാഹരണത്തിന് നാളെ രാവിലെ 10 മണിക്കൊരു ക്ലയൻറ്റ് വരുന്നുണ്ടെങ്കിൽ ദേ ഇവിടെ എഴുതണം. മനസ്സിലായോ? തനിക്ക് മെയിലൊക്കെ ചെക്ക് ചെയ്യാൻ അറിയില്ലേ? ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയറിൽ മെയിൽ ചെക്ക് ചെയ്യുന്നത്. പുതിയ മെയിൽസ് വന്നിട്ടുണ്ടെങ്കിൽ ഇൻബോക്സ് ചെക്ക് ചെയ്യണം. ഉടനെ തന്നെ എന്നെ അറിയിക്കുകയും വേണം. സർ, മേ കം ഇൻ? രാഹുൽ, കം.
എന്തിനാ സർ വിളിച്ച്? കാണണമെന്ന് രമ്യ പറഞ്ഞിരുന്നു. ഞാൻ തന്നെ വിളിപ്പിച്ച് ഇത് അഭിരാമി. ഇന്നിവിടെ ജോയിൻ ചെയ്യാമെന്ന കുട്ടിയാണ്. ഞാൻ എൻ്റെ PA ആയിട്ടാണ് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ അവളുടെ ജോയിനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കുക. ഓക്കെ സർ. ഇതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ രമ്യ ഇവിടെ റെഡിയാക്കുന്നുണ്ട്. ഗുഡ്. അഭിരാമി, ദിസ് അവർ മാനേജർ രാഹുൽ. രാഹുൽ, then you can go. ഓക്കെ സർ. സോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അഭിരാമിക്ക് മനസ്സിലായോ? അറിയാം, പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ലെന്ന്. ഇപ്പോൾ പറഞ്ഞതൊക്കെ ഈ കമ്പനിയെക്കുറിച്ചും ഇതിൻ്റെ ബേസിക് ഡീറ്റെയിൽസുമാണ്. താനിത് പതുക്കെ പഠിച്ചെടുത്താൽ മതി, ഫ്രഷ് ആവണ്ട കേട്ടോ. ശരി സാർ. ദെൻ ഓക്കെ, ഞാൻ എൻ്റെ ക്യാബിനിൽ പോവാം. ഞാൻ ഇതുവരെ പറഞ്ഞു തന്നതിൽ തനിക്ക് മനസ്സിലായതൊക്കെ ഒന്ന് ചെയ്ത് നോക്ക്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരാൻ മടിക്കേണ്ട. എനിക്കെന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ തന്നെ ലാൻഡ് വഴി കോൺടാക്ട് ചെയ്തോളാം. അപ്പോൾ താൻ വന്നാൽ മതി അങ്ങോട്ട്. ഓക്കെ സാർ. താൻ നല്ല ടെൻഷനാണല്ലേ? ടെൻഷൻ ആവണ്ട അഭിരാമി. എന്തുണ്ടെങ്കിലും തനിക്ക് എന്നോട് ചോദിക്കാം. ഓക്കെ, ശരി എന്നാൽ. ഹലോ അഭിരാമി, ഫുഡ് കഴിക്കണ്ടേ? സമയായി, വാ. ഞാൻ അറിഞ്ഞില്ല. ശരി ശരി. പിന്നെ താൻ ആ ജോയിനിങ് ഫോമില് ഒപ്പിട്ടില്ലേ? എനിക്ക് അതെടുത്തോ. എടുക്കാം. തന്റെ നാടെവിടെയാണോ പറഞ്ഞ്? ഞാൻ കൊല്ലത്തുനിന്ന്. ഓ, നീ കൊല്ലത്തായിരുന്നോ? ഞാൻ പാലക്കാട്. രമ്യ, നിന്റെ ഫുഡ് കഴിച്ചു കഴിഞ്ഞോ? രാഹുൽ സാറ് നിന്നെ അന്വേഷിക്കുന്നുണ്ട്, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഓ ആണോ? എന്റെ കഴിഞ്ഞു, ഞാൻ ഇപ്പൊ വരാം, നീ പൊക്കോ. അഭിരാമി, എനിക്ക് താൻ കഴിക്കടോ. ഞാനെന്നാ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി മാഡം. ഈശ്വര, ഇത് അഭിയല്ലേ? അവൾ തന്നെയല്ലത്? അതെ, അവളെങ്ങനെ ഇവിടെ? ഹേ അഭി, എടി നീ എന്താ ഇവിടെ? നീ എന്നെ ഇങ്ങനെ നോക്കണ്ട, നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ മീരയാടി. മീര? മീര, നീ എന്താടി ഇവിടെ? അത് ശരി, ഞാൻ ഇവിടെയല്ലേ വർക്ക് ചെയ്യുന്നേ. നീ ഇപ്പോ ഇവിടെ വർക്കിന് വന്നതാണോ? ഞാൻ ഇന്നാ ജോയിൻ ചെയ്തേ. നീ ഇവിടെ ഏത് പോസ്റ്റിലാടി? ഓ, ഞാനിവിടെ ഗ്രാഫിക് ഡിസൈനറായിട്ട് 6 മാസമായി. നീ ഇവിടെ ഏത് പോസ്റ്റിലോട്ടാ കയറിയേ? അത് ഇവിടെ ഒരു ഓഫീസ് അസിസ്റ്റന്റിന്റെ വേക്കൻസിയിലോട്ടാ ഞാൻ വന്നേ. പക്ഷേ ഇവിടുത്തെ GMന്റെ PA ആയിട്ടാ എന്നെ ഇപ്പൊ അപ്പോയിന്റ് ചെയ്തേ. വാട്ട്? GM എന്ന് പറയുമ്പോ നിരഞ്ജൻ സാർ അല്ലേ? സോ സാറ് PA ആയിട്ടാണോ? കൊള്ളാടി, സാറിന് പാവാ. പക്ഷേ എനിക്കെന്തോ വല്ലാത്ത ടെൻഷൻ. മുന്നേ ഒരു ഓഫീസിൽ പോലും ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. ഒരു ടെക്സ്റ്റൈൽസിലാണ് നിന്നിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ ഇത് വേണ്ടെന്നാ എൻ്റെ മനസ്സിലിപ്പോഴും. ഹേയ്, നീ ഇങ്ങനെ ടെൻഷൻ ആവാൻ മാത്രമൊന്നുമില്ല. ഒന്നാമത് സാറ് ഭയങ്കര കൂളാ. പിന്നെ ഇതിലിപ്പോൾ നിനക്ക് കാര്യമായിട്ട് സാറ് ഷെഡ്യൂൾസ്, മീറ്റിംഗ്സ്, അപ്പോയിൻമെന്റ് കാര്യങ്ങളൊക്കെ നോക്കാനായിരിക്കും. അതൊക്കെ നിന്നെക്കൊണ്ട് പറ്റും, അതുറപ്പാ. പിന്നെ സാറ് ഹെൽപ്പ് ചെയ്യുമല്ലോ, വേറെന്താ പ്രശ്നം? അറിയാം, പക്ഷേ ഇതൊന്നും പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കാം. മേ ബി റെഡിയാവും. അതെ, അതൊക്കെ അത്രേ ഉള്ളൂ. പിന്നെ സാർ ആയതുകൊണ്ട് ഒട്ടും ടെൻഷൻ വേണ്ട. എന്തുണ്ടെങ്കിലും ധൈര്യമായിട്ട് ചോദിച്ചോ, സാർ എന്താണെങ്കിലും പറഞ്ഞു തരും. അങ്ങനത്തെ ഒരു മനുഷ്യനാ, പാവാ. അതെനിക്ക് മനസ്സിലായി. എന്നിട്ട് നിന്റെ വേറെ വിശേഷങ്ങളൊക്കെ പറ. നമ്മൾ എത്ര കാലം കഴിഞ്ഞിട്ടാ കാണുന്നേ? വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? എടി, നിന്റെ കല്യാണം കഴിഞ്ഞോ? ഇല്ലല്ലോ. വീട്ടില് എല്ലാവർക്കും സുഖാ. എന്റെ കല്യാണം അതൊന്നും കഴിഞ്ഞില്ല. നിന്റെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാ, പറ. ഓ, എനിക്കെന്ത് വിശേഷം, ഇങ്ങനെയൊക്കെ പോണൂടെ. നീയൊക്കെ മാറിപ്പോയല്ലോ. പഴയ മീരയാണെന്ന് പെട്ടെന്ന് മനസ്സിലാകത്തേയില്ല. അത് ശരിയാ, ഞാൻ ഒരുപാട് മാറി. പക്ഷേ നിനക്കൊരു മാറ്റവുമില്ല. നീ ആ പഴയ അഭി തന്നെ.
അഭിരാമി, ഞാനൊരു മീറ്റിങ്ങിന് പുറത്തു പോവാ. ദേ ഈ ഫയലൊന്ന് പിടിക്ക്. നാളത്തെ ക്ലയൻറ്റിൻ്റെ ഡീറ്റെയിൽസാ. ഇതിൽ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആ ഡയറിയിലൊന്ന് നോട്ട് ചെയ്തേക്ക്. നാളത്തെ മീറ്റിങ്ങിന് എനിക്ക് നോക്കാനുള്ളതാ. എന്തെങ്കിലും ഡൗട്ടോ വല്ലതുണ്ടെങ്കിൽ നോട്ട് ചെയ്തേക്ക്. ഞാൻ വന്നിട്ട് എന്നോട് ചോദിച്ചാൽ മതി. ഓക്കെ? ശരി സർ. ഓക്കെ സർ. സർ, മേ കം ഇൻ? യെസ്. ആ, താൻ ഞാൻ പറഞ്ഞ പോലെ നോട്ട് ചെയ്തോ? ഞാൻ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് സർ. ഇതാ, ഇത് നോക്കൂ. വെരി ഗുഡ്. എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ താൻ നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. താങ്ക് യു സർ. ഞാൻ വരാൻ ഇച്ചിരി ലേറ്റായി. തനിക്ക് പോവാൻ ലേറ്റായോടോ? നാളത്തെ ക്ലയൻറ്റുമായിട്ടുള്ള മീറ്റിംഗ് അത്രയും ഇമ്പോർട്ടൻ്റാ. അതുകൊണ്ടാണ് അത് ചെക്ക് ചെയ്തിട്ട് തന്നെ വിടാമെന്ന് കരുതിയേ. ഇല്ല സർ, ഞാനിപ്പോൾ ചെയ്ത് കഴിഞ്ഞേ ഉള്ളൂ. ശരിയെന്നാ, ഇനിയിൽ നിന്ന് ലേറ്റ് ആവണ്ട. സീ ടുമോറോ.